പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പോകാൻ ആവില്ലല്ലോ. അതുകൊണ്ട് നൈറ്റ് പ്ലാൻ ചെയ്തിട്ട് നാളെ പോയാൽ പോരെ? അതാ നല്ലതെന്ന് തോന്നുന്നു. ഇതേതാ ഒരു പീക്കിരി ചെക്കൻ? ഇതെന്റെ മാമന്റെ മോനാണ്. ഈയനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ എനിക്കൊരു പരിയാക്കോ? എന്താടാ, ഞാൻ പാവാണ് അല്ലേ ആദിക്കുട്ട? ഇങ്ങോട്ട് വന്ന ആദ്യം ചോദിക്കട്ട്. ഇനി ഇവിടെ ഇപ്പഴേ നോക്കണ്ട. അവിടെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തൂല. മിക്കവാറും നിനക്ക് അവൻ ഒരു ഭാര്യയാകും. നീ എങ്ങോട്ടാ? അവന് ചായ ഉണ്ടാക്കേ. ചായല്ല, വല്ല വിഷം കലക്കി കൊടുക്കാവന്. ഇവൻ നമ്മളെ കഞ്ഞിയിൽ പാറ്റയാകും മിക്കവാറും. വാ പോയി എന്താ സംഭവം നോക്കാം. കമോൺ. അവര് കേൾക്കണ്ട. അവര് ഫ്രണ്ട്സാണ്, ഇവിടെ നിൽക്കാൻ വന്നതാ. അവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? വെറുതെയാടാ. ഇവൻ ശരിയാവൂല. ഓടാ, അവനെ പൊക്കാം. ആദ്യമോനെ ചക്കരേ കുട്ട. കിട്ടിയല്ലോ. അവൻ്റെ ഒരു ഏച്ചിമാറ് ആദ്യന്ന് പോന്നില്ലേ? അമ്മ അന്വേഷിക്കൂലേ? എന്തിന് പോടർക്ക? ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ചെറിയ ചെക്കനാണ്. സംസാരം കേട്ടാ കൊല്ലാൻ തോന്നും. ഇവനിവിടെ നിന്നാൽ ഒന്നും നടക്കൂല. ആദ്യം ഇവനെ പുറത്താക്കണം. അതേ ഇനി നോക്കണ്ടേ. ഇവനിവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ തല്ലിപ്പോവും. കൂൾ ഡൗൺ ഡേ, കൂൾ ഡൗൺ. അരുത്, കൊല്ലണ്ട, വെറുതെ വിട്ടാ പോരെ. മതിയല്ലേ? 5 ദിവസം ഇവനെ ഇവിടെ നിർത്തിയ ശരിയാവില്ല. അപ്പോൾ എന്താക്കും? കൊണ്ടുപോയി കളയാനും പറ്റൂല. നോക്കാം, ഇനി ഓവറാക്കിയ തിരിക്കേണ്ടി വരും. വാ. എവിടേക്ക്? എന്തായാലും ആ റൂം ഇപ്പോഴേ തുറക്കില്ല, അതുകൊണ്ട് പോയി ഉറങ്ങാം. ഓക്കെ, അതെങ്കിലും അത്. എവിടെ അവര്? അറിയില്ല, കാണുന്നില്ലല്ലോ. എന്നെ പേടിച്ചു പോയിക്കാണോ? അതോ നിന്റെ സംസാരം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കും തോന്നി. ഇതാടി ഇവിടെ കിടക്കുന്നു. ഇതെന്തു പറ്റി? അമ്മ എണീക്ക്. ഓ, നമ്മൾ എണീച്ചിട്ട് ഇപ്പോൾ എന്തിനാ അവനോട് സംസാരിക്കുക? അവനോട് എണീക്കാൻ പറ. ഇവിടെ ഉണ്ടായിനെ തേണ്ടി. ബേബി ജാടിയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. നിനക്കോ? വലുതായിട്ട്. എന്താക്കും ഇനി? അവനുണ്ടായ ശരിയാവില്ല. രാത്രിയും പോവില്ല. 5 ദിവസം സഹിക്കണം കോപ്പ്. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. ഒന്നും മതി വിട. ഇവന് വയ്ക്കുന്ന കൊക്കപ്പുഴുണ്ടാ? ഇവൻ്റെ ഒരു ദിയ ചേച്ചി.
വാ ഫുഡ് കഴിക്കണ്ടേ? നിങ്ങൾ വരുന്നില്ലേ? വാ, ഫുഡെങ്കിൽ ഫുഡ്. ദിയെ വാ കിടക്കാം. ആ വാ. ദേവ്, നീ വരുന്നില്ലേ? അതാ വരുന്നു. അപ്പോ ഞാനോ? നീ വേറെ റൂമിൽ കിടക്കൂലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കു തനു. അതിന് നമ്മുടെ കൂടെ സ്ഥലമൊന്നുമില്ലല്ലോ കുട്ടാ. അതൊന്നും നടക്കൂല. ദേ, നീ കളിയൊക്കെ ചെയ്യൂ. വൈശു, ആദ്യം എന്താ വേണ്ടേ? അങ്ങോട്ട് കിടക്കണം. ദിയെ കരയുന്നത് കാണില്ലേ? നീ ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ കിടക്കട്ടെ. ബട്ട് തനു. സോറി ബേബി. ബട്ട് ബട്ടൂല ഒന്ന് പോയി തരുമോ നിങ്ങൾ? പണികൾ വരും. ബൈ ബൈ. ഗുഡ് നൈറ്റ് മൂൺ മാൻ. ഇവനുണ്ടല്ലോ ചെറു ചെക്കനാന്ന് കരുതി വെറുതെ വിട്ടപ്പോ തലേ കയറി നിരങ്ങുന്നു. ശരിയാവില്ല, അവരോട് നിന്നാൽ ശരിയാവില്ല. റൂമിലേക്ക് പോവാ. ഭയങ്കര ചെവിയാന്ന് അവന്. എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണം. ബട്ട് എങ്ങനെ? അവൻ പോകുന്നില്ലല്ലോ. 5 ദിവസം കഴിയാണ്ട് പോകൂല എന്നല്ലേ പറയുന്നേ. 3 ആഴ്ച പോയി 3 മണിക്കൂർ പോലും അവനോട് നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ല. ഐഡിയ കിട്ടി. എന്താ ഐഡിയ? എങ്ങോട്ടാ രണ്ടാളും? നമ്മള് പോവാ. ബൈ. പണി പാളിയെന്നാ തോന്നുന്നു. സത്യം, ഇവളുമാരെന്താ ഇങ്ങനെ പറയുന്ന? പ്ലാനൊക്കെ ചെയ്യുമ്പോ കുറച്ച് സൗണ്ട് വെച്ച് സംസാരിക്കാം കേട്ടോ. എന്ത്? ഇന്നലെ നിങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടു. ഓ, ശരിക്കും? എന്തായാലും അവർ നമ്മളെക്കാളും വലുതല്ലല്ലോ അവൻ. അല്ല, ഇനി ആവോ? അല്ല. രാവിലെ അവിടെ എണിച്ച ഉടനെ ബാഗ് വെക്കണം. നമ്മൾ പോകാൻ തുടങ്ങണം. പോകണോ? എൻ്റെ ധീരനെ നേരവണ്ണ സ്നേഹിക്കാൻ പറ്റിയില്ല. എന്താ പോകാനല്ല, അപ്പം അവർ പോകണ്ട എന്ന് പറയും. അവിടെയാണ് നമ്മൾ പറ്റി പ്രയോഗിക്കേണ്ടത്. ബാക്കി ഞാൻ പറയാം. നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നു. പോകാൻ വേണ്ടി അവർ പോകണ്ടെന്ന് പറയുന്നു. ഒന്നെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അവൻ മതിയെന്ന് പറയുന്നു. അവർ അങ്ങനെ പറഞ്ഞു അയക്കുന്നവനെ. സെറ്റല്ലേ? തെറ്റി. വൈ? ഞാൻ കരുതി എനിക്ക് ബുദ്ധിയില്ലാന്ന്. ബട്ട് യു ആർ സോ ഇൻ്റലിജൻറ്റ്. എല്ലാവരും പറയുന്നുണ്ട്. വാ കിടക്ക. നാളെ പ്ലാൻ വർക്കാക്കണ്ടല്ലേ? എന്താ വൈശു, എണീക്ക്. എന്താടാ? പോകണ്ടേ? ഞാനത് മറന്നു. വാ പോവാം. എന്തേ ഇനി പോകുന്നില്ലേ? ആദി ഇവിടെ ഇല്ലേ? നമ്മളില്ല ഇവിടെ. അതിന് രാവിലെ തന്നെ അവൻ്റെ അമ്മേനെ വിളിച്ച് കൂട്ടാൻ വരാൻ പറഞ്ഞു കേട്ടു. ശരിക്കും? ആടാ ശരിക്കും. അല്ല, എൻ്റെ ഓന് ഇത്രക്കും ബുദ്ധി ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. ഇനി നീ കാണാൻ കിടക്കുന്ന അത്ര. ജസ്റ്റ് ആൻഡ് വെയിറ്റ് ആൻഡ് സീ. ഇനി പറഞ്ഞോളൂ, പിന്നെന്താ പരിപാടി? പ്രത്യേകിച്ചൊരു പ്ലാനും ആക്കിയിട്ടില്ല. എന്നാ പ്ലാനാക്ക്. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തലയിൽ കയറുന്നില്ല. നൈറ്റ് ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? നൈറ്റ് നമുക്കൊരു മൂവി കാണാം. അത് പൊളിക്കും. എന്നാ അങ്ങനെ ആക്കാം. ഇവിടെ റൂമിൽ
പ്രൊജക്റ്റ് വെച്ചിട്ട് കാണാം. എന്നാ നൈറ്റ് സെറ്റാക്കാം. സെറ്റാക്കണ്ടേ? ഞാനത് മറന്നു. എന്നാ വാ. എന്നാ ഇപ്പൊ വരാം. അല്ല, ആരണ്ടാളെ ഇവിടെ? അവള് എൻ്റെ റൂമിലുണ്ട്, ഫ്രീ ഫയർ കളിക്കുക. ഓ, അവനെപ്പോഴും നോക്കിയാൽ അത് തന്നെ. നീ അങ്ങനെ പറയല്ലേ, നീയും അന്ന് ഇങ്ങനെ തന്നെയായിരുന്നു, അത് നീ മറക്കണ്ട. ഇവിടെയെല്ലാം സെറ്റാക്കിയോ? പിന്നെ ഏത് മൂവിയാണ് കാണുന്ന? പേര് പറയുന്നില്ല, കാണുമ്പോൾ മനസ്സിലായിക്കോളും. എടാ, കിസ്സിങ് സീന് ആടാ, ഞാനും കണ്ടു. ഈശ്വര, എനിക്ക് കൺട്രോൾ തരണേ. എനിക്കും ദിയെ എനിക്ക് ഉറപ്പായിരുന്നു. എന്നാ പോയിറങ്ങിക്കോ. നീയും വാ. അതിന് ഞാൻ വരുന്നതിനാ? എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അതിനെന്താ? അത് ഇവൻ ഉറക്കുമായിരുന്നല്ലോ. എന്നാ പോയി ഇറങ്ങിക്കോ. അല്ല, ദിയും. എന്തിന്? ധനു, നിങ്ങളെ മൂവി കണ്ടോ? നമ്മളങ്ങ് പോകുന്നു. എന്നാ പോയി ഇറങ്ങിക്കോ. എന്നാ നമുക്കും പോയി കിടക്കാം. അതാ നല്ലത്. നീ ഇങ്ങോട്ട് വന്നേ. വൈശു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, ഞാൻ വെള്ളം എടുത്തില്ല. ഈ ജഗ് എവിടെയാന്നൂടെ? എനിക്ക് വിശക്കുന്നു. ആണോ? ഫ്രിഡ്ജിൽ ആപ്പിൾ ഉണ്ട്, കഴിച്ചോ? എനിക്കതൊന്നും വേണ്ട. പിന്നെ എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. വേണ്ട. എനിക്ക് കൺട്രോൾ കിട്ടിയില്ല ആ മൂവി കണ്ടപ്പോൾ. അതിന് എനിക്കിന്ന് വേണം. എന്ത്? നിനക്കറിയില്ലേ? എനിക്കടി അവിടെ കിട്ടി. വേണ്ട. ഇല്ല, ഇന്നലെ ആ പീക്കിരി ചെക്കൻ വന്നതുകൊണ്ട് അടുത്ത് പോലും കിട്ടില്ല നിന്നെ. അതുകൊണ്ട് എനിക്കൊന്ന് വേണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എടാ വൈശു, എണീക്കടാ. എന്താ നോക്കുന്നു? ഒന്നുമില്ല. നമുക്ക് ഒരു റൗണ്ട് കൂടി പോയാലോ? അയ്യടാ, ഇപ്പൊ തന്നെ എനിക്ക് വയ്യ. ഇന്നലെ എന്തായിരുന്നു? ഒരു മോർണിംഗ് കിസ്. പോടാട്ടി, മോർണിംഗ് കിസ് പോലും.
അതിന് നമ്മളെ മാരേജ് ഉറപ്പിച്ചില്ലല്ലോ. ഇല്ല. സോ 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 എനിക്ക് ഇഷ്ടമില്ല. എടി അങ്ങനെ പറയല്ലേ. പോടാ, നിങ്ങൾ അതൊക്കെ ആലോചിക്കണമായിരുന്നു. തനു ഞാൻ എണീക്കട്ടെ. എടി എന്തുവാടി നീ ഇങ്ങനെ